1991 ജൂൺ 3 ആൽബക്വെർക്കി, ന്യൂ മെക്സിക്കോ. രാത്രി 11 മണിയോടടുത്ത് ട്രക്ക് ഡ്രൈവറായ എഡ്വാർഡോ സൂപ്പർ 8 മോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഒറ്റയ്ക്കാണ് വന്നതെങ്കിലും ഒരു രാത്രി 2 പേർക്ക് താമസിക്കാനുള്ള ഒരു മുറിയാണ് അയാൾ ആവശ്യപ്പെട്ടത്. 233 റൂമിന്റെ താക്കോൽ നൽകിയിട്ട് അടുത്ത ദിവസം രാവിലെ 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണമെന്ന് ഹോട്ടൽ ജീവനക്കാരൻ മുന്നറിയിപ്പ് നൽകി. 2 ദിവസത്തിന് ശേഷം ജൂൺ 5-ാം തീയതി ഹോട്ടൽ ജീവനക്കാർക്ക് അത് മനസ്സിലായി. എഡ്വാർഡോ ഇതുവരെയും റൂം ഒഴിഞ്ഞിട്ടില്ല. അങ്ങനെ കാര്യമറിയാൻ സെക്യൂരിറ്റി ഗാർഡ് എത്തിയപ്പോൾ 233 മുറിയുടെ വാതിൽ അകത്തു നിന്ന് പൂട്ടിയ നിലയിലാണ്. വാതിൽക്കൽ ശല്യപ്പെടുത്തരുത് എന്ന സൈൻ ബോർഡും തൂക്കിയിട്ടിരുന്നു. ഡോറിൽ തട്ടി നോക്കിയിട്ടും അനക്കമില്ല. സ്പെയർ കീ ഇല്ലാത്തതിനാൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സെക്യൂരിറ്റി മുറിയിലേക്ക് പ്രവേശിച്ചു. മേശപ്പുറത്ത് ഏതാനും കുപ്പികളല്ലാതെ മറ്റൊന്നും അസ്വാഭാവികമായി തോന്നിയില്ല. പക്ഷേ ബാത്റൂമിൽ പ്രവേശിച്ച അയാൾ അമ്പരന്നു പോയി. ഷവർ ഹെഡിൽ ഒരു സ്യൂട്ട് കേസ് ട്രാപ്പ് കൊണ്ട് തൂങ്ങി മരിച്ച നിലയിൽ തിരിച്ചറിയാത്ത ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയായിരുന്നു അയാൾ കണ്ടത്. ആ സ്ത്രീയുടെ മുഖം ജീർണിച്ച നിലയിലായിരുന്നെങ്കിലും എഡ്വാർഡോ ചെക്ക് ഇൻ ചെയ്ത അതേ ദിവസം, അതായത് ജൂൺ 3-ാം തീയതി തന്നെയാണ് അവൾ മരണപ്പെട്ടതെന്ന് പതോളജിസ്റ്റുകൾ വിശ്വസിച്ചു. ടോക്സിക്കോളജി റിപ്പോർട്ട് അനുസരിച്ച് അവളുടെ ശരീരത്തിൽ മയക്കുമരുന്നുണ്ടായിരുന്നു. 25-നും 35-നും ഇടയിൽ പ്രായമുള്ള അവൾക്ക് 5 അടി 7 ഇഞ്ച് നീളവും 140 പൗണ്ട്സ് ഭാരവും ചുരുണ്ട ബ്ലോണ്ട് മുടിയും ഉണ്ടായിരുന്നു. അവളെ തിരിച്ചറിയാൻ വിവരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരവളെ ആൽബക്വെർക്കി ജെയിൻഡോ എന്ന് വിളിച്ചു. റൂം പരിശോധിച്ച പോലീസ് ആദ്യം ശ്രദ്ധിച്ചത് മേശപ്പുറത്തിരുന്ന ഈ ഫോട്ടോയാണ്. അജ്ഞാതനായ ഒരു പുരുഷന്റെ അരികിലിരിക്കുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയാണ് മരണപ്പെട്ടത് എന്നാണ് പോലീസ് പറയുന്നത്. ഫോട്ടോ എടുത്ത രീതിയും അവളുടെ വിചിത്രമായ എക്സ്പ്രഷനും ചേർന്ന് ആ ഫോട്ടോ ഭയാനകമാക്കി മാറ്റുന്നു. അവൾ മരണപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഒരു മാളിലെ ഫോട്ടോ ബൂത്തിൽ വെച്ചാണ് ഈ ഫോട്ടോ എടുത്തതെന്ന് കരുതപ്പെടുന്നു. ജൂൺ 3-ാം തീയതി രാത്രിയിൽ ആ സ്ത്രീ ഹോട്ടലിൽ പ്രവേശിക്കുന്നത് ആരും കണ്ടില്ലെങ്കിലും ഫോട്ടോയിൽ കാണുന്ന പുരുഷൻ എഡ്വാർഡോ തന്നെയാണെന്ന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് സ്ഥിരീകരിച്ചു. എഡ്വാർഡോ യഥാർത്ഥ വിവരങ്ങൾ തന്നെ നൽകിയാണ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തത്. അയാളുടെ ലൈസൻസ് പ്ലേറ്റിന്റെ നമ്പർ മാത്രമാണ് അയാൾ തെറ്റായി നൽകിയത്. പിന്നീട് ഒരുപാട് വർഷത്തെ അന്വേഷണത്തിന് ശേഷം എഡ്വാർഡോയുടെ കുടുംബത്തെ കണ്ടെത്താനായി. എന്നാൽ പോലീസ് അവരെ കണ്ടെത്തിയപ്പോഴേക്കും എഡ്വാർഡോ മരണപ്പെട്ടിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, ഈ ചിത്രം അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണിച്ചപ്പോൾ ചിത്രത്തിലുള്ളയാൾ എഡ്വാർഡോ അല്ലെന്നും ആളെ അവർക്കറിയില്ലെന്നും അവര് പറഞ്ഞു. മാത്രമല്ല, ഫോട്ടോയിലുള്ള സ്ത്രീ ആരാണെന്നും അവർക്കറിയില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് എഡ്വാർഡോയുടെ ഹോട്ടൽ മുറിയിൽ അവളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നെന്ന വസ്തുത അവർക്ക് ഒരു പുതിയ വിവരമായിരുന്നു. ആയതിനാൽ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെത്തിയ മറ്റു തെളിവുകളെല്ലാം പോലീസ് വീണ്ടും പരിശോധിച്ചു. അവിടെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സ്യൂട്ട് പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ $500 പണമുള്ള ഒരു വാലറ്റ്, സ്ത്രീകളുടെ വസ്ത്രങ്ങൾ നിറഞ്ഞ ഒരു സ്യൂട്ട് കേസ്, ഒരു ബ്രേസ്ലെറ്റ് എന്നിവ ഉണ്ടായിരുന്നു. ഏറ്റവും കൗതുകകരമായി ജോർജ് മാർട്ടീനസ് എന്ന പേരെഴുതിയ ഒരു ഡിജിറ്റൽ തൂക്കൽ യന്ത്രവും അവിടെ ഉണ്ടായിരുന്നു. ആ യന്ത്രം നിയമവിരുദ്ധമായ പദാർത്ഥങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരുന്നുവെന്നും ജോർജ് മാർട്ടീനസ് ഈ ചിത്രത്തിൽ കാണുന്ന പുരുഷന്റെ പേരായിരിക്കാമെന്നും കരുതപ്പെടുന്നു. ഈ ഫോട്ടോ ബൂത്ത് പ്രിന്റുകൾ അവൾ മരിക്കുന്നതിന് തൊട്ടു മുൻപാണ് എടുത്തതെങ്കിൽ അവൾ മരിക്കുമ്പോൾ ഈ ജോർജ് മാർട്ടീനസ് അവളോടൊപ്പം ഉണ്ടായിരുന്നോ? ഈ സ്ത്രീയുടെ യഥാർത്ഥ ഐഡന്റിറ്റി കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പോലീസ് ആ ചിത്രത്തിന്റെ ഡിജിറ്റലായി മാറ്റം വരുത്തിയ പതിപ്പ് പുറത്തുവിട്ടു. കാണുമ്പോൾ വിചിത്രമായി തോന്നുമെങ്കിലും പോലീസിന് ഈ ഫോട്ടോ അവർ പ്രതീക്ഷിച്ച ബലം നൽകി. 2021 മാർച്ചിൽ അവളുടെ യഥാർത്ഥ പേര് ബെക്ക എന്നായിരിക്കാമെന്നും അവൾ ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ നിന്നാണ് വന്നതെന്നും പോലീസിന് വിശ്വസനീയമായ വിവരം ലഭിച്ചു. മരിക്കുന്നതിന് മുൻപ് അവൾ കാലിഫോർണിയയിൽ നിന്നും ന്യൂ മെക്സിക്കോയിലേക്ക് പോയിരുന്നുവെന്നും കരുതപ്പെടുന്നു. ഈ നിമിഷം വരെ ബെക്കയുടെ മരണത്തിൽ ദുരൂഹതകളുള്ളതായി പോലീസ് സംശയിക്കുന്നില്ല. പകരം അവൾ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസ് കരുതുന്നത്. ബെക്കയുടെ അവസാന ഫോട്ടോയിൽ കാണുന്ന പുരുഷനെ കണ്ടെത്തുന്നതിലൂടെ ബെക്കയെ പറ്റി കൂടുതൽ അറിയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഇതുവരെയും അയാളെ കണ്ടെത്തിയിട്ടില്ല. സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ബെക്ക യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട്. ബെക്ക മരണപ്പെട്ട് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും അവളുടെ യഥാർത്ഥ വ്യക്തിത്വം ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. ഈ ചിത്രം പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ട് പോലും അവളെ തിരിച്ചറിഞ്ഞ് ആരും മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷേ അവളുടെ അവസാന ചിത്രത്തിൽ അവളോടൊപ്പം ഉണ്ടായിരുന്ന ആ മനുഷ്യന് തീർച്ചയായും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടാകും. ഫുട്ബോൾ പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി കാണാതായ എംഗ്ല ഹോഗ്ലണ്ട് എന്ന പെൺകുട്ടിയുടെ അവസാന ഫോട്ടോയാണിത്.
2008 ഏപ്രിൽ 5-ാം തീയതി സ്വീഡനിലെ ഒരു പ്രദേശവാസി തന്റെ പുതിയ ഡിജിറ്റൽ ക്യാമറ ടെസ്റ്റ് ചെയ്യാനായി പുറത്തിറങ്ങി. പ്രദേശത്തെ എല്ലാത്തിന്റെയും ചിത്രങ്ങളെടുത്ത് ക്യാമറയുടെ പ്രവർത്തനം മനസ്സിലാക്കുകയായിരുന്നു അയാൾ. അങ്ങനെ ചെയ്യുന്നതിനിടയിലാണ് എംഗ്ലയുടെ ചിത്രം അയാൾ പകർത്തിയത്. അവൾ ജീവിച്ചിരിക്കുമ്പോൾ എടുത്ത അവസാന ചിത്രമാണ് താൻ അബദ്ധത്തിൽ പകർത്തിയതെന്ന് അപ്പോൾ അയാൾ അറിഞ്ഞിരുന്നില്ല. അന്ന് പ്രാക്ടീസിന് ശേഷം എംഗ്ല വീട്ടിൽ തിരിച്ചെത്താതായപ്പോൾ അവളുടെ അമ്മ അവളുടെ സെൽഫോണിലേക്ക് വിളിച്ചു. ഒരുപാട് തവണ കോൾ ചെയ്തിട്ടും അവരുടെ മകൾ ഫോൺ എടുത്തില്ല. പരിഭ്രാന്തരായ അവർ എംഗ്ലയെ തേടി ഇറങ്ങി. അങ്ങനെ തിരച്ചിലിനൊടുവിൽ ഈ ചിത്രത്തിൽ എംഗ്ല ഓടിച്ചിരുന്ന അതേ സൈക്കിൾ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവർ കണ്ടെത്തി. ഉടൻ തന്നെ അവർ പോലീസിന് വിവരമറിയിച്ചു. ഈ കേസിന് സ്വീഡനിൽ മാത്രമല്ല സ്കാൻഡിനേവിയയിലുടനീളം വളരെയധികം മാധ്യമശ്രദ്ധ ലഭിച്ചു. അവളെ കണ്ടെത്താൻ തിരച്ചിൽ സംഘങ്ങളെ രൂപീകരിച്ചു. മാത്രമല്ല അവളെ കാണാതായ സ്ഥലത്തിനടുത്തുള്ള മറ്റു പ്രദേശങ്ങൾ പോലും അരിച്ചുപെറുക്കി. ഇത് ഒരു കുട്ടി സാഹസയാത്രയ്ക്ക് പോയി കാട്ടിൽ കാണാതായ കേസ് മാത്രമാണെന്നും അവൾ ഉടൻ തന്നെ സുരക്ഷിതമായി തിരിച്ചെത്തുമെന്നും എല്ലാവരും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ മണിക്കൂറുകൾ ദിവസങ്ങളായി മാറിയപ്പോൾ ആ പ്രതീക്ഷ കുറയാൻ തുടങ്ങി. എംഗ്ലയെ കാണാതായ ദിവസം ഫോട്ടോസ് എടുത്തിരുന്ന ആൾക്ക് എംഗ്ലയെ കാണാതാകുന്നതിന് തൊട്ടു മുൻപ് അവളുടെ ചിത്രം താൻ എടുത്തിരുന്നതായി മനസ്സിലായപ്പോൾ അയാൾ തന്റെ ക്യാമറയുമായി പോലീസ് സ്റ്റേഷനിലെത്തി. ഈ കേസിൽ വഴിത്തിരിവായി മാറിയ മറ്റൊരു ചിത്രവും അയാളുടെ ക്യാമറയിൽ ഉണ്ടായിരുന്നു. അത് എംഗ്ലയെ പിന്തുടരുന്ന ഒരു ചുവന്ന സാബ് 900ന്റെ ചിത്രമായിരുന്നു. ആ കാറിന്റെ ലൈസൻസ് പ്ലേറ്റ് ട്രാക്ക് ചെയ്ത പോലീസിന് കാറിന്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞു. 42 വയസ്സുള്ള ട്രക്ക് ഡ്രൈവറായ ആൻഡേഴ്സ് എക്ലണ്ട് ആയിരുന്നു അത്. അയാൾ എംഗ്ലയെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിക്കുകയും അവളുടെ മൃതദേഹം ഒളിപ്പിച്ച സ്ഥലം പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ കുറ്റസമ്മതം നടത്തിയെങ്കിലും എംഗ്ല വീട്ടിലേക്ക് സൈക്കിളിൽ പോകുമ്പോൾ അയാൾ അവളെ ഫോളോ ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ടായിരുന്നിട്ടും എക്ലണ്ട് അവകാശപ്പെട്ടത് ഈ കൊലപാതകം യാദൃച്ഛികം മാത്രമായിരുന്നെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ല എന്നുമായിരുന്നു. ഞാൻ ആ കുട്ടിയെ മുമ്പ് കണ്ടിട്ടില്ലെന്നും അവളോട് സംസാരിക്കാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൾ ഭയന്ന് എന്റെ കാലിൽ ചവിട്ടിയെന്നും അയാൾ പറഞ്ഞു. ഞാൻ അവളെ പിന്തുടർന്നപ്പോൾ അവൾ നിലവിളിക്കാൻ തുടങ്ങി. ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ഭയന്ന് അവളെ നിശബ്ദയാക്കാൻ ഞാൻ എംഗ്ലയെ കഴുത്തു ഞെരിച്ചു കൊന്നു. എന്നിട്ട് അവളെ കാട്ടിലേക്ക് വലിച്ചിഴച്ചു. ഇതെല്ലാം ഒരു അബദ്ധം പറ്റിയത് മാത്രമാണെന്നും എക്ലണ്ട് പറഞ്ഞു. എന്നാൽ എക്ലണ്ടിന്റെ DNA പരിശോധിച്ചപ്പോഴാണ് മറ്റൊരു കേസിലും അത് വഴിത്തിരിവായി മാറിയത്. ഇതിന് 8 വർഷം മുൻപ് വെർണില്ല ഹെൽഗ്രേൻ എന്ന 31 വയസ്സുകാരിയെ ആരോ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരുന്നു. അവളുടെ കൊലയാളി പിന്നീട് അവളുമായി ലൈംഗികമായി ബന്ധപ്പെട്ടത് കാരണം കൊലയാളിയുടെ DNA സംഭവ സ്ഥലത്ത് അവശേഷിച്ചിരുന്നു. ഈ DNA എവിഡൻസ് ഇപ്പോൾ എക്ലണ്ടിന്റെ DNAയുമായി ഒത്തുനോക്കിയപ്പോൾ അത് പെർഫെക്റ്റ് മാച്ചായിരുന്നു. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അയാൾ വീണ്ടും കുറ്റം സമ്മതിക്കുകയും ആ സ്ത്രീയെ കൊലപ്പെടുത്തിയതും തനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും അയാൾ പറഞ്ഞു. എന്നാൽ എക്ലണ്ടിന് അദ്ദേഹത്തിന്റെ ക്രൂരമായ പ്രവൃത്തികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. മാത്രമല്ല നിലവിൽ അന്വേഷണത്തിലിരിക്കുന്ന മറ്റു ചില കേസുകളിലും അയാൾ പ്രതിയാണെന്ന് സംശയിക്കുന്നു. ഫെബ്രുവരി 19 മെക്സിക്കോയിലെ ചിയാപാസിൽ താമസിക്കുന്ന 4 കുട്ടികളുടെ അമ്മയായിരുന്നു പോള റൂയിസ്. രാത്രി ഏകദേശം 11 മണിയോടെ അറസീഫ് ഡി കോറൽ ഹോട്ടലിലെ തന്റെ ഷിഫ്റ്റ് പൂർത്തിയാക്കിയ ശേഷം അവർ മകൻ മിഗേലിനെ കണ്ടുമുട്ടുകയും അവനോടൊപ്പം അടുത്തുള്ള ഒരു പാർക്കിംഗ് ലോട്ടിലേക്ക് നടക്കുകയും ചെയ്തു. അവരവിടെ എത്തിയപ്പോൾ മിഗേലിന്റെ ബൈക്ക് മോഷണം പോയെന്ന് അവർക്ക് മനസ്സിലായി. തന്റെ മകന്റെ ബൈക്ക് ആരോ മോഷ്ടിച്ചതിൽ പോളയ്ക്ക് ദേഷ്യം വന്നു. കള്ളൻ അധിക ദൂരം പോയിട്ടുണ്ടാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോളയും മിഗേലും ആ പ്രദേശത്ത് നടക്കാൻ തുടങ്ങി. ഭാഗ്യവശാൽ മിഗേലിന്റെ ബൈക്ക് ഇരുട്ടത്ത് സ്ട്രീറ്റിലൂടെ തള്ളിക്കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെയും ഒരു കൂട്ടാളി വേറൊരു ബൈക്കിൽ അയാളുടെ കൂടെ പോകുന്നതും അവർ കണ്ടു. പോളയും മിഗേലും വേഗത്തിൽ ഈ 2 പേരെയും സമീപിച്ച് ഉടൻ തന്നെ ബൈക്ക് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. നിർഭാഗ്യവശാൽ അവർ ചെറിയ കുറ്റവാളികളുമായിട്ടായിരുന്നില്ല ഇടപെടുന്നത്. ഈ 2 പേരും കുപ്രസിദ്ധരായ കുറ്റവാളികളായിരുന്നു. അന്റോണിയോ എന്നും പെഡ്രോ എന്നുമായിരുന്നു അവരുടെ പേരുകൾ. അങ്ങനെ കാര്യങ്ങൾ വഷളാവുകയും മിഗേലും പെഡ്രോയും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. മകന്റെ സുരക്ഷയെക്കുറിച്ച് ഭയന്ന് പോള അവനെ സംരക്ഷിക്കാൻ മിഗേലിന്റെ മുന്നിൽ നിന്നു. പക്ഷേ ആ നീക്കം മിഗേലിന്റെ ജീവൻ രക്ഷിച്ചെങ്കിലും വഴക്കിനൊടുവിൽ കള്ളന്മാരിൽ ഒരാളായ പെഡ്രോ ഒരു തോക്കെടുത്ത് പോളയ്ക്ക് നേരെ ചൂണ്ടി. ഇതേ സമയം പോള തന്റെ ഫോൺ പുറത്തെടുത്ത് അവന്റെ ഈ ചിത്രം പകർത്തി. ഇതായിരുന്നു അവരെടുത്ത അവസാന ചിത്രം.
ക്യാമറയുടെ ഷട്ടർ താഴ്ന്ന അതേ നിമിഷം പെഡ്രോ പോളയുടെ ഹൃദയത്തിലേക്ക് വെടിയുതിർത്തു. ആ നിമിഷം മിഗേൽ തന്റെ ബൈക്കിനെ മറന്ന് അമ്മയുടെ മുറിവിലെ ബ്ലീഡിംഗ് തടയാൻ ശ്രമിച്ചു. അയാൾ ഒരു ആംബുലൻസ് വിളിച്ചെങ്കിലും ആംബുലൻസ് എത്താൻ ഒരുപാട് സമയമെടുത്തു. ഒടുവിൽ പോളയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും നിർഭാഗ്യവശാൽ അടുത്ത ദിവസം രാവിലെ അവർ മരണപ്പെട്ടു. കുറ്റവാളികളായ അന്റോണിയോയും പെഡ്രോയും പോളയെ കൊലപ്പെടുത്തിയ ശേഷം മിഗേലിന്റെ ബൈക്ക് ഉപേക്ഷിച്ച് സംഭവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയി. 41 വയസ്സുള്ള ആ അമ്മയുടെ ജീവൻ അവർ വെറുതെ എടുത്തു. ഭാഗ്യവശാൽ 3 ദിവസത്തിന് ശേഷം ഇരുവരെയും പോലീസ് പിടികൂടി. മാത്രമല്ല സംഭവവുമായി ബന്ധപ്പെട്ട മറ്റ് 2 പ്രതികളെയും അതേ ദിവസം അറസ്റ്റ് ചെയ്തു. ഈ ചിത്രം തെളിവായുള്ളതുകൊണ്ട് കുറ്റവാളികൾക്ക് 37 വർഷമാണ് തടവ് ശിക്ഷ ലഭിച്ചത്. വെർട്ടിക്കൽ ബ്ലൂ എന്ന ഫ്രീ ഡൈവിംഗ് കോമ്പറ്റീഷനിൽ ഒരു അമേരിക്കൻ ലോക റെക്കോർഡ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരണപ്പെട്ട ബ്രൂക്ലിൻ സ്വദേശിയായ ഫ്രീ ഡൈവർ നിക്കോളാസ് മാവോലിയുടെ അവസാന ചിത്രമാണിത്. 2013 നവംബർ 15 നിക്കോളാസ് ബഹാമസിലെ 200 മീറ്റർ ആഴമുള്ള ഡീൻസ് ബ്ലൂ ഹോൾ എന്ന ലൈംസ്റ്റോൺ പിറ്റിലിറങ്ങി. യാതൊരു പ്രൊപ്പൽഷൻ ഉപകരണങ്ങളുടെയും അധിക ഓക്സിജന്റെ സഹായമില്ലാതെ ഒറ്റ ശ്വാസത്തിൽ 96 മീറ്റർ ആഴത്തിലെത്താൻ അദ്ദേഹം പരിശ്രമിച്ചു. എന്നാൽ 68 മീറ്റർ ആഴത്തിലെത്തിയപ്പോൾ അയാൾ നിർത്തുകയും തിരിച്ചു മുകളിലേക്ക് നീന്താൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, മനസ്സുമാറിയ നിക്കോളാസ് വീണ്ടും താഴേക്ക് തുടർന്നു. ഇടയ്ക്ക് പരിഭ്രാന്തനായതുകൊണ്ടാണ് അയാൾ മുകളിലേക്ക് വരാൻ ശ്രമിച്ചതെന്നും ഇപ്പോൾ മനസ്സ് നോർമലായപ്പോൾ അയാൾ താഴേക്ക് പോയെന്നും എല്ലാവരും കരുതി. എന്നാൽ നിക്കോളാസിന് എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് പെട്ടെന്ന് വ്യക്തമായി. അദ്ദേഹം 80 മീറ്റർ ആഴത്തിലെത്തിയപ്പോൾ പിന്നീട് വേഗത്തിൽ നീന്തി തിരികെ കയറി. അദ്ദേഹം ഉപരിതലത്തിൽ വന്നപ്പോൾ ഫോട്ടോഗ്രാഫർ നിക്കോളാസിന്റെ ഈ ചിത്രം പകർത്തി. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എടുത്ത അവസാനത്തെ ചിത്രം. അദ്ദേഹത്തിന്റെ മുഖഭാവം വെച്ച് നോക്കുമ്പോൾ തന്റെ സാഹചര്യത്തിന്റെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായിരുന്നുവെന്നും തന്റെ മരണം അദ്ദേഹം മുൻകൂട്ടി കണ്ടെന്നും വ്യക്തമാണ്. 3 മിനിറ്റും 38 സെക്കൻഡ്സും വെള്ളത്തിനടിയിൽ ഓക്സിജൻ ഇല്ലാതെ ചെലവഴിച്ചതിന് ശേഷം നിക്കോളാസിന് ഇപ്പോൾ പൾമണറി എഡിമ എന്ന അസുഖം ബാധിച്ചു. ശ്വാസകോശത്തിലെ വായുസഞ്ചികളിൽ അസാധാരണമായി ദ്രാവകം അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണത്. ശ്വാസമെടുക്കാൻ കഴിയുന്നില്ലായിരുന്നിട്ടും നിക്കോളാസ് വിരലുകൾ കൊണ്ട് ഓക്കെ എന്ന് ആംഗ്യം കാണിച്ചു. ഒരാളുടെ ഡൈവിംഗ് ശ്രമം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതിന് ഇത് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നിക്കോളാസ് പെരുമാറിയ രീതിയിൽ നിന്ന് അദ്ദേഹത്തിനൊട്ടും സുഖമില്ലായിരുന്നുവെന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന് ചുറ്റുമുള്ള സുരക്ഷാ ഡൈവേഴ്സുമായി ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടുകയും കണ്ണുകൾ ഭയന്ന് പുറത്തേക്കും തള്ളിയിരുന്നു. താമസിയാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. മാത്രമല്ല ഈ ചിത്രം എടുത്തതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു. ഡോക്ടേഴ്സിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തിക്കൊണ്ട് നിക്കോളാസ് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഒരു അന്താരാഷ്ട്ര ഫ്രീ ഡൈവിംഗ് മത്സരത്തിൽ മരിക്കുന്ന ആദ്യത്തെ കായികതാരമായി അദ്ദേഹം മാറി.